എല്ലാ കൂട്ടുകാർക്കും ക്ലിയർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആസിഡുകളെയും ബേസുകളെയും സോൾട്ടുകളെയും കുറിച്ച് പഠിച്ചാലോ? അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററാണ്, സെക്കൻഡ് ചാപ്റ്ററാണ് CBSE 10 ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. നമുക്ക് ഓരോരുത്തരെയായിട്ടൊന്ന് പരിചയപ്പെട്ട് നോക്കാം. ആസിഡുകളാര്, ബേസുകളാര്, സോൾട്ടുകളാര്? ആസിഡുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ നാവിൽ വരുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിപ്പാണ്. പുളിപ്പ് രസമുള്ളവരാണ് സാധാരണ ആസിഡുകൾ. സോർ ടേസ്റ്റ് ഉള്ളവരാണ്. ആസിഡാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാറുണ്ട്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്ന ആൾക്കാരാണ് ആസിഡുകൾ. എ ആസിഡ്, ഫസ്റ്റ് ലെറ്റർ എ. ബ്ലൂ ലിറ്റ്മസ്, ബി ഫസ്റ്റ് ലെറ്റർ. സോ എ, ബി ടു റെഡ്. എ ആസിഡ്, ബ്ലൂ ടു റെഡ്. ഇനി ബേസുകൾ ആരാണെന്ന് ചോദിച്ചാൽ ബിറ്റർ ടേസ്റ്റ് ഉള്ളവരാണ്, കശർപ്പാണ് അവർക്ക്. പിന്നെ അവർ ലിറ്റ്മസിൻ്റെ ആക്ഷൻ നേരെ ഓപ്പോസിറ്റാണ്. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി തരുന്നത് ബേസുകളാണ്. സോൾട്ടുകളാകുമ്പോൾ കുറച്ചും കൂടി പരിചയം കുറവാണ്. ആസിഡും ബേസും ചേർന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴും സോൾട്ടുകളായിരിക്കും. ആസിഡും ബേസും ചേരുന്ന റിയാക്ഷൻ്റെ പേര് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ സോൾട്ടുകൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ പ്രോഡക്റ്റുകളാണ്. ഇനി ഒരു സബ്സ്റ്റൻസ് അസിഡിക്കാണോ അല്ലെങ്കിൽ ആസിഡാണോ ബേസാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒരു സബ്സ്റ്റൻസ് ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. കാറിൽ, വെഹിക്കിൾസിലെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റുകളാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയുക. അതുപോലെ ഒരു സബ്സ്റ്റൻസ് അസിഡിക്കാണോ ബേസിക്കാണോ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകൾ ഇൻഡിക്കേറ്റേഴ്സ്. പ്രധാനമായും ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് 2 കാറ്റഗറിയിലാണുള്ളത്. ഒന്ന് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, അടുത്തത് സിന്തറ്റിക് അഥവാ മാൻമെയ്ഡ് ഇൻഡിക്കേറ്റേഴ്സ്. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നേച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്ന സബ്സ്റ്റൻസുകൾ ഇൻഡിക്കേറ്റേഴ്സായിട്ട് ആക്ട് ചെയ്താൽ അതാണ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ. എക്സാമ്പിൾ ലിറ്റ്മസ്, ടർമറിക് തുടങ്ങിയവയാണ്. ഇനി സിന്തറ്റിക്കിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡാണ്. ലബോറട്ടറികളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് 2 ഒന്ന് ഫിനോഫ്താലിൻ, ഒന്ന് മീഥൈൽ ഓറഞ്ച്. ഫിനോഫ്തലിന് അസിഡിക് മീഡിയത്തിൽ ഒരു കളറ്, ബേസിക് മീഡിയത്തിൽ ഒരു കളറായിരിക്കും. മീഥൈൽ ഓറഞ്ചിലും അതുപോലെ തന്നെ 2 മീഡിയത്തിലും 2 കളറായിരിക്കും. ഫിനോഫ്തലിൻ്റെ കളർ പറഞ്ഞാൽ ബേസിക് മീഡിയത്തിൽ ഒരു ബേസിലേക്കാണ് നമ്മൾ ഫിനോഫ്തലിൻ കളർലെസ് ആണ് ഒഴിക്കുമ്പോൾ പിങ്ക് കളറായി മാറും. അപ്പോൾ ബേസിക് മീഡിയത്തിൽ ഫിനോഫ്തലിൻ പിങ്ക് കളർ. ഇനി അസിഡിക് മീഡിയത്തിൽ ഫിനോഫ്തലിൻ ഒഴിച്ചാൽ അതുപോലെ തന്നെ ഇരിക്കും, നിറമില്ലാത്ത ആളാണ് ഫിനോഫ്തലിൻ. ബേസും നിറമില്ലാത്തതാണ്. സോ എന്തൊഴിച്ചോ അതുപോലെ തന്നെ ഇരിക്കും, നോ കളർ ചേഞ്ച്, കളർലെസ് ആണ്. മീഥൈൽ ഓറഞ്ചിലേക്ക് പോയാൽ ബേസിക് മീഡിയത്തിൽ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്താൽ നല്ല ഗോൾഡൻ യെല്ലോ കളറാണ്. എന്നാൽ അസിഡിക് മീഡിയത്തിൽ ഓറഞ്ച് റെഡും ആണ്. കളർ ചേഞ്ചുകൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലത്. അതിനുവേണ്ടി ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ആസിഡുകളെയും ബേസുകളെയും കുറിച്ച് കുറച്ച് കൂടുതലൊന്ന് അറിയാൻ ശ്രമിച്ചാലോ നമുക്ക്? ആസിഡുകൾ പ്രധാനമായും 2 വിഭാഗത്തിലാണുള്ളത്. ഒന്ന് സ്ട്രോങ് ആസിഡ്, ശക്തി കൂടിയ ആസിഡുകളും, ഒന്ന് വീക്ക് ആസിഡ്, ശക്തി കുറഞ്ഞവരും. എല്ലാ വിഭാഗത്തിലും അങ്ങനെ ഉണ്ടാവുള്ളൂ. ശക്തന്മാരും കാണും, വീക്ക് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ആസിഡിലും. ശക്തി കൂടിയ ആസിഡുകൾക്ക് എക്സാമ്പിളാണ് ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl. അതുപോലെ രണ്ടാമത്തെ സൾഫ്യൂറിക് ആസിഡ്, H2SO4, കിങ് ഓഫ് കെമിക്കൽ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടാറുള്ളത്. 3 നൈട്രിക് ആസിഡ്, HNO3. ഇവരൊക്കെ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രോങ് ആസിഡുകളാണ്. വീക്ക് ആസിഡുകൾ എപ്പോഴും വീക്കാണ്. എക്സാമ്പിൾ അസറ്റിക് ആസിഡ്. വിനീഗർ എന്നാണ് അയാളുടെ കോമൺ നെയിം. അസറ്റിക് ആസിഡിൻ്റെ ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷനാണ് വിനീഗർ. ബേസുകളും ഇതുപോലെ തന്നെ സ്ട്രോങ് ബേസുകളുമുണ്ട്, വീക്ക് ബേസുകളുമുണ്ട്. സ്ട്രോങ് ബേസുകളാകുമ്പോൾ എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ പേര് നമുക്ക് പരിചിതമാണ്, കൊച്ചു ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇവരെല്ലാം സ്ട്രോങ് ബേസുകളാണ്. വീക്ക് ബേസിനൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ, അമോണിയം ഹൈഡ്രോക്സൈഡ്, NH4OH. എക്സാമ്പിളുകളെല്ലാം കൃത്യമായും പഠിച്ചു വയ്ക്കുക.
സ്ട്രോങ് ബേസ് ആയാലും സ്ട്രോങ് ആൽക്കലി ആയാലും കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക. രണ്ടുപേരും അപകടകാരികൾ ആണ്. സോൾട്ടുകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം എന്താണ്? ഉപ്പെന്നാണ്. എല്ലാ സോൾട്ടുകളും ഉപ്പല്ല. ഉപ്പ് ഒരു സോൾട്ടിൻ്റെ എക്സാമ്പിൾ മാത്രമാണ്. ഉപ്പെന്ന് പറയുന്നത് കെമിക്കലി സോഡിയം ക്ലോറൈഡാണ്. സോഡിയം ക്ലോറൈഡ് ഒരു സോൾട്ടേ ആകുന്നുള്ളൂ. ഇഷ്ടംപോലെ സോൾട്ടുണ്ട്. എക്സാമ്പിളുകളൊന്ന് നോക്കൂ. ഒന്ന് സിങ്ക് സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, ബേരിയം ക്ലോറൈഡ്, ലെഡ് സൾഫേറ്റ്, ലെഡ് കാർബണേറ്റ്, മെഗ്നീഷ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, ഇങ്ങനെ ഇഷ്ടംപോലെ സോൾട്ടുകൾ ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പേര്. ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റേഴ്സിന് അസിഡിക് മീഡിയത്തിൽ ഒരു സ്മെൽ അഥവാ ഓർഡർ ആയിരിക്കും, ബേസിക് മീഡിയത്തിൽ മറ്റൊരു സ്മെല്ലായിരിക്കും. ഇങ്ങനെ അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും സ്മെല്ല് ചേഞ്ച് ചെയ്യുന്നത് വഴി ഒരു സബ്സ്റ്റൻസ് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറഞ്ഞു തരുന്ന സബ്സ്റ്റൻസുകളാണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്നത് ഒരുപാട് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ഒണിയനാണ്. ഉള്ളി. പിന്നെ ക്ലോവ് ഓയിൽ, ഗ്രാമ്പു അറിയില്ലേ? ഗ്രാമ്പുവിനും ഇതുപോലെ അസിഡിക് മീഡിയത്തിൽ ഒരു സ്മെല്ല്, ബേസിക് മീഡിയത്തിൽ മറ്റൊരു സ്മെല്ലാണ്. അതുപോലെ വാനില, നമ്മൾ ഐസ്ക്രീമിലൊക്കെ ഉപയോഗിക്കുന്ന ആൾ, ഇവർക്കെല്ലാവർക്കും അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും സ്മെല്ലുകൾ പലതരം, 2 തരമാണ്. അത് കാരണം തന്നെ അവരെ നമ്മൾ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കും. ഇതും ഒരു വിഭാഗത്തിൽ പെടുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.